നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷുദിന ആശംസകൾ. ഇന്നത്തെ സ്പെഷ്യൽ ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളിയും പാൽപ്പായസവുമാണ്. കൊല്ലക്കാർക്കും അതുപോലെ തന്നെ ട്രിവാൻഡ്രക്കാർക്കും സദ്യയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് വിഭവങ്ങളാണ് പാൽപ്പായസവും ബോളിയും. അപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബോളിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാൽപ്പായസവും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 കിലോ മൈദ മാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ യെല്ലോ കളറോ അല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. നമുക്ക് മാവ് നല്ല സോഫ്റ്റ് ആയാൽ മാത്രമേ ബോളി നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. അപ്പം നല്ല പോലെ നമുക്കൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ആ മാവൊന്ന് കുതിരുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ച് ഒരു അരമണിക്കൂർ, അരയോ ഒരു 3/4 മണിക്കൂർ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ കടലപ്പരിപ്പാണ് എടുക്കുന്നത്. 1/2 കിലോ കടലപ്പരിപ്പ് ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3 പ്രാവശ്യം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കടലപ്പരിപ്പിൻ്റെ അഴുക്കെല്ലാം നല്ലപോലെ പോകാൻ വേണ്ടിയാണ് ഒരു 3 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കണം. ഇനി ഇതുപോലെ ഒന്ന് അരിച്ച് വെള്ളമെല്ലാം ഊറ്റിയെടുത്ത് വെക്കാം. ഇനി കടലപ്പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടലപ്പരിപ്പ് വേവുന്നതിനാവശ്യമായ വെള്ളം, നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് പ്രത്യേക അളവൊന്നുമില്ല. വെള്ളം നമ്മൾ വെന്തതിന് ശേഷം വറ്റിച്ചെടുക്കുകയല്ല, ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളർ, യെല്ലോ കളർ പെർമിറ്റഡ് ഫുഡ് കളർ നമുക്ക് യൂസ് ചെയ്യാം. കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ച് ഒരു 3 വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്കിത് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് 3 വിസിൽ കേൾപ്പിച്ചാൽ മതി. 3 വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവി ഫുള്ള് പോയതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ആവിയെല്ലാം പോയി നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്കിട്ട് അരിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് പോകത്തക്ക രീതിയിൽ അരിപ്പയിലിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ 1/2 കിലോ കടലപ്പരിപ്പാണ് കഴുകി വൃത്തിയാക്കി വേവിച്ച് എടുത്തു വച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാരയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1/2 കിലോ കടലപ്പരിപ്പിന് 1/2 കിലോ പഞ്ചസാര. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പഞ്ചസാര നല്ല അലിഞ്ഞ് വെള്ളം പരുവാവും. അത് പിന്നീട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് നല്ല വറ്റിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാര നല്ല അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം വഴറ്റി ആ ഒരു വെള്ളം വറ്റിച്ചെടുക്കണം. നമ്മൾ ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ആറുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ആറുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി കട്ടിയാകും. ഇപ്പോൾ നല്ല ആറ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3 ട്രിപ്പ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 3 ട്രിപ്പായിട്ടിട്ട് അരച്ചെടുക്കുന്നത്.
അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബോളി പരത്തുമ്പോൾ ബോളി പൊട്ടാനും പൊടിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ കടലപ്പരിപ്പ് മൊത്തം അരച്ച് ഇതുപോലെ മാവാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഒട്ടും തരിയില്ലാതെ പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കിതുപോലെ ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പഞ്ചസാരയും കടലപ്പരിപ്പും ആ ഒരു പാനി, ചെറിയ ഒരു പാനിയുടെ രൂപത്തിലാവുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. അതിരുന്ന് തണുത്ത് കട്ടിയായിക്കോളും. അത് ആറുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ മാവ് അരച്ചെടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും. വെള്ളം കൂടിയാലും നമുക്ക് പിന്നീട് ഇത് പരത്താൻ ബുദ്ധിമുട്ടാവും. ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദാ മാവിലെ നല്ലെണ്ണ ഊറ്റിയെടുത്തൊരു പാത്രത്തിൽ മാറ്റി വെക്കാം. അതിന് ശേഷം മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ മാവ് ഇതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം. നമ്മൾ കടലപ്പരിപ്പിൻ്റെ ആ മാവ് ഉരുളയാക്കിയത് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലാണ്. അതിനെക്കാട്ടി കുറച്ച് ചെറിയ വലിപ്പത്തിൽ വേണം ഈ മാവ് ഉരുളയാക്കി എടുക്കാൻ. ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ഉരുട്ടിയെടുത്ത് നല്ല പോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കണം. കയ്യിൽ വെച്ച് നല്ല പോലെ ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം കടലപ്പരിപ്പ് ഉരുളയാക്കി വെച്ചേക്കുന്നത് ഒരു ഉരുളയെടുത്ത് നടുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചുറ്റിലും ഇതുപോലൊന്ന് പിടിച്ചതിന് ശേഷം മാവ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എക്സസ് ആയിട്ട് വരുന്ന മാവ് ഇതുപോലെ നമുക്കെടുത്ത് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് നല്ല ഉരുളയാക്കി എടുക്കാം. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അരിപ്പൊടിയാണ് എടുക്കുന്നത്. അരിപ്പൊടി നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. സാധാ റൈസ് പൗഡർ മതി, അല്ലാതെ നമ്മൾ വറുത്ത അരിപ്പൊടിയുടെ ആവശ്യമില്ല. സാധാരണ റൈസ് പൗഡർ വാങ്ങിക്കാൻ കിട്ടും, അതായാലും മതി. അതിതുപോലെ രണ്ട് സൈഡിലും ഒന്ന് തേച്ചതിന് ശേഷം പതുക്കെ നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യരുത്, ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒരുപാട് പ്രസ് ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ട് പരത്തി ഇതുപോലെ എടുക്കാം. 4 ഭാഗവും നല്ലപോലെ സൈഡൊക്കെ നന്നായിട്ട് പരത്തിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ സൈഡ് നമ്മൾ ചിലപ്പം വാങ്ങിക്കുന്ന ബോളിയൊക്കെ കട്ടിയായിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ, അത് മൈദ കൂടുതലാവുന്നത് കൊണ്ടാണ് അങ്ങനെ സൈഡൊക്കെ കട്ടിയായി വരുന്നത്. നമ്മൾ കടലപ്പരിപ്പായിരിക്കണം കൂടുതൽ ഇതിനകത്ത് വരേണ്ടത്. എന്നാൽ മാത്രമേ ബോളിക്ക് നല്ല സോഫ്റ്റും അതുപോലെ ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഉരുളകളും ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഒരു ദോശക്കല്ലോ ഇതുപോലുള്ള പാനോ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ബോളിയും ഇതുപോലെ ചുട്ടെടുക്കാം. ഇതിട്ടതിന് ശേഷം നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം. നെയ്യ് പുരട്ടിയതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിയോ ദോശയോ ഒക്കെ ചുടുന്ന പോലെ പെട്ടെന്ന് തിരിച്ചിടേണ്ട കാര്യമില്ല. ഇത് ഒന്ന് വെയിറ്റ് ചെയ്ത് പതുക്കെ വേണം ചെയ്യാൻ. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. അപ്പോൾ വളരെ സോഫ്റ്റും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ വിഷു സ്പെഷ്യൽ ബോളിയും ഇനി അതിൻ്റെ ഒരു നല്ല കോമ്പിനേഷനാണ് പാൽപ്പായസം. അതിനുവേണ്ടി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചുവന്ന പച്ചരി 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മതി നമുക്ക് ഈ പാൽപ്പായസം വെക്കാൻ. ചുവന്ന പച്ചരി ഇല്ല എന്നുണ്ടെങ്കിൽ സാദാ പച്ചരി ആയാലും മതി.
1 കപ്പ് പച്ചരി എടുത്ത് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. ഇനി നമുക്ക് വലിയൊരു കുക്കർ എടുക്കണം. ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് 1 ലിറ്റർ പാല്. ഇനി പാലൊന്ന് ചൂടായതിന് ശേഷം ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര തന്നെ ഇടാം. എന്നാലും 1 കപ്പ് ഇട്ടാൽ നല്ല മധുരമായിരിക്കും. ഇതിപ്പോൾ 3/4 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്ന പച്ചരിയാണ് ഞാൻ കഴുകിയെടുത്തിരിക്കുന്നത്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു തവി വെച്ച് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം പാല് നല്ല തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഇപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സിമ്മിലിട്ട് 1/2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ശരിക്കും നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പാൽപ്പായസം തയ്യാറാക്കിയെടുക്കാം. വിഷു സ്പെഷ്യൽ പാൽപ്പായസവും ബോളിയും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഇത് വിഷുവിന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി വിഷു. മന്ത്രാസ് കുക്കിംഗ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.